ഏതൊരു രാഷ്ട്രത്തിൻ്റെയും ഭാവി നിയന്താക്കളാണ് വിദ്യാർത്ഥികൾ. മൂല്യബോധമുള്ള തലമുറയെ സൃഷ്ടിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ആ ലക്ഷ്യമാണ് മയിൽപ്പീലി മാസിക മുന്നോട്ട് വയ്ക്കുന്നത്. മയിൽപ്പീലിയുടെ മിടുക്കരായ വായനക്കാരെ ചേർത്ത് രൂപവത്കരിച്ച മയിൽപ്പീലിക്കൂട്ടം എന്ന വിദ്യാർത്ഥി കൂട്ടായ്മ ഈ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു കാൽവെപ്പാണ്. MT വാസുദേവൻ നായർ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, P വത്സല, KK മുഹമ്മദ്, കടമ്പനിട്ട വാസുദേവൻ പിള്ള, ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, മീനാക്ഷി അമ്മ ഗുരുക്കൾ, ആർട്ടിസ്റ്റ് മദനൻ തുടങ്ങി മലയാളത്തിലെ മഹാരഥന്മാർ പല ഘട്ടങ്ങളിൽ ഈ കുട്ടിക്കൂട്ടത്തോടൊപ്പം ചേർന്നു. ശ്രേഷ്ഠ സംസ്കാരത്തിൻ്റെ ബാലപാഠങ്ങൾ തേടിയുള്ള മയിൽപ്പീലിക്കൂട്ടത്തിൻ്റെ കേരള പര്യടനം തുടരുകയാണ്. നമസ്തേ, ഞാൻ നന്ദന PG. ഞാൻ മയിൽപ്പീലിക്കൂട്ട അംഗമാണ്. കുമരനല്ലൂരിലെ ദേവായനത്തിലെത്തുമ്പോൾ പതിവിലധികം സന്ദർശകരുണ്ടായിരുന്നു. ക്ഷേത്ര സമാനമായ അന്തരീക്ഷത്തിൽ പ്രകൃതി പോലും 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരൻ അക്ഷരപൂജയിലാണെന്ന് വിളിച്ചു പറയുന്നതായി തോന്നി. കാലാഗ്നിയിൽ പോലും ഭസ്മമായി പോകാത്ത കാവ്യബിംബങ്ങൾ ജീവിതാനുഭവങ്ങൾ കൊണ്ട് വാർത്തെടുത്ത മലയാളത്തിൻ്റെ പ്രിയ കവിയെ കാവ്യബിംബങ്ങൾ അല്പസമയമേ കാത്തിരിക്കേണ്ടി വന്നുള്ളൂ. കുട്ടികളെ അവഗണിച്ചുകൊണ്ട്, അവരെ പട്ടിണിക്കിട്ടുകൊണ്ട് ഒരു രാഷ്ട്രം, ഒരു സ്വർഗം, ഇത് അക്കിത്തത്തിന് വിഭാവന ചെയ്യാൻ കഴിയില്ല എന്ന് S രമേശൻ നായർ ഒരു നിരീക്ഷണത്തിൽ പറയുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരനെ കാണാൻ ഞങ്ങളെത്തിയപ്പോൾ കൈരളിയുടെ ബാലസംസ്കൃതിയിലെ സുഗന്ധം വിടർത്തിയ ഇതിഹാസകാരൻ്റെ കണ്ണിൽ തിളക്കം. ഒരു പക്ഷേ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായി എന്ന് അറിഞ്ഞതിനു ശേഷം ഞങ്ങളാണ് ആദ്യമായി എത്തിയതെന്ന് തോന്നി. അക്കിത്തം തൻ്റെ കവിതയിൽ പറഞ്ഞത് മാതിരി, കൂട്ടുകൂടി കാടുകാട്ടാൻ തുള്ളിച്ചാടുന്ന കുട്ടികൾ, അവരെ കിട്ടിയാൽ പിന്നെ ഞാനില്ല വരുമൊരുവിയും. കുട്ടികൾ ഇവിടെ സ്വർഗം സൃഷ്ടിക്കാൻ കഴിവുള്ളവർ ആണെന്ന് എത്രയോ കാലം മുൻപേ വിളിച്ചു പറഞ്ഞ ക്രാന്തദർശിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 50-ൽ പരം കൃതികൾ എഴുതിയ തപശ്ചര്യ കൊണ്ട് ഭാരതത്തിൻ്റെ ദിവ്യകാലത്തെ തൻ്റെ തൂലികയിലൂടെ നമുക്ക് കാട്ടിത്തന്ന സൂര്യ തേജസ് തന്നെയാണ് ദേവായനത്തിലെ പുണ്യം. കുട്ടികൾ ഓരോരുത്തരായി കുശലാന്വേഷണങ്ങൾ ആരംഭിച്ചു. ചിലപ്പോൾ അല്പം ഗൗരവം, ചിലപ്പോൾ ചെറു പുഞ്ചിരിയോടെ, ചിലപ്പോൾ ചില തമാശ കലർന്ന വാക്കുകളിലൂടെ ഉചിതമായി അദ്ദേഹം സംവദിച്ചു കൊണ്ടേയിരുന്നു. ഇപ്പോൾ എഴുതാറുണ്ടോ? ചോദ്യം കേട്ടതും അക്കിത്തം ഒന്ന് പുഞ്ചിരിച്ചു. ഇല്ല, തരം കിട്ടിയാൽ കിടന്നുറങ്ങുകയാണ്. ഗൗരവം, പിന്നെ കുട്ടികൾക്ക് ഒരു ഉപദേശവും. പുതിയ തലമുറയോട് ഒന്നേ പറയാനുള്ളൂ, സഹജീവികളെ സ്നേഹിക്കുകയും കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക. അങ്ങനെയായാൽ അർത്ഥവത്തുള്ള കവിതകൾ ഇനിയും സൃഷ്ടിക്കപ്പെടും. സമസ്ത ലോകത്തിനും നേരുന്ന മംഗള പ്രാർത്ഥനയാണ് അക്കിത്തം കവിത. ഭാരതീയ പൈതൃകമാണ് അതിനാധാരം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുണ്ടാകുന്നു നിത്യനിർമ്മല പൗർണമി. പതിറ്റാണ്ടുകൾ പിന്നിട്ട കാവ്യസഭയിൽ വജ്രസൂക്ഷ്മമായി മനുഷ്യസ്നേഹത്തെ വിട്ടുവീഴ്ചയില്ലാതെ പാലിച്ചു പോന്ന പ്രകാശ സ്രോതസ്സാണ് അക്കിത്തം എന്ന വെളിച്ചം. യാത്ര ചൊല്ലി പടിയിറങ്ങുമ്പോൾ ആത്മാവിൽ കണ്ണുനീരണിഞ്ഞ ബോധിസത്വനെയാണ് ഓർമ്മ വന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു തന്നെയാണ് ഞങ്ങൾ മയിൽപ്പീലിക്കൂട്ടം പടിയിറങ്ങിയത്. എല്ലാ സംഘങ്ങളിലും ഒറ്റയ്ക്കാവുമ്പോഴും, എല്ലാ സമരങ്ങളിലും തോറ്റുപോവുകയും എല്ലാ യുദ്ധങ്ങളിലും മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മഹാപരിത്യാഗിയായ ഈ കവിബുദ്ധൻ്റെ അക്ഷര സ്നേഹസാരം കാലങ്ങളെ അതിജീവിക്കുക തന്നെ ചെയ്യും. ജ്ഞാനപീഠ പുരസ്കാരം സ്വീകരിക്കുന്ന മലയാളത്തിൻ്റെ കവിശ്രേഷ്ഠന് മയിൽപ്പീലി കൂട്ടാംഗങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.